2025 പുതുവത്സരം ആരംഭിച്ചു. അതിൻ്റെ തൊട്ടു പിന്നാലെ പതിവ് പോലെ തന്നെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോകൾ വന്ന് നിറയാൻ തുടങ്ങി. 2025 നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? 2025 എന്തൊക്കെ നടക്കുമെന്നാണ് ബാബ വാങ്ക്യ പറഞ്ഞിരിക്കുന്നത്, നോസ്ട്രഡാമസ് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? അങ്ങനെ അനവധി വീഡിയോകൾ. പതിവ് പോലെ തന്നെ ഇതിൽ പല വീഡിയോസും എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് എനിക്ക് പേഴ്സണലി അയച്ചു തരികയും ഉണ്ടായി. ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത്. അവരുടെ പ്രവചനം കേട്ടപ്പോൾ എനിക്കും ശരിക്കും ക്യൂരിയോസിറ്റി തോന്നി. കാരണം പല വിചിത്രമായിട്ടുള്ള കാര്യങ്ങളുമാണ് നടക്കാൻ പോകുന്നതായിട്ട് അവർ പ്രവചിക്കുന്നത്. അതിലും ഞെട്ടിക്കുന്ന കാര്യം, ഇതിനു മുൻപ് നടന്നിട്ടുള്ള പല അസ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളും ബാബ വാങ്ക്യയും നോസ്ട്രഡാമസും പ്രവചിച്ച് കഴിഞ്ഞിരിക്കുന്നു. വേൾഡ് ട്രേഡ് സെൻറ്ററിലെ സ്ഫോടനം, കോവിഡ് വൈറസ്, 2004 ശക്തമായ സുനാമി, ഡയാന രാജകുമാരിയുടെ മരണം, ഷെർണോബിൽ ദുരന്തം, ഇലോൺ മസ്കിൻ്റെ ന്യൂറാലിങ്ക് കണ്ടുപിടുത്തം, അങ്ങനെ നീണ്ടുപോകുന്ന ഒരു വലിയ ലിസ്റ്റാണ്. 2025 എന്തൊക്കെ നടക്കാൻ പോകുന്നു എന്ന് നോക്കുമ്പോൾ അത് അതിനേക്കാളുമൊക്കെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ തുടക്കം യൂറോപ്പിൽ ആരംഭിക്കുന്നു. അതിനെ തുടർന്ന് ജനസംഖ്യ ഏതാണ്ട് പാതിയായിട്ട് കുറഞ്ഞു പോകും. ബാബ വാങ്ക്യയുടെ പ്രവചനമനുസരിച്ച് ലോകാവസാനത്തിൻ്റെ തുടക്കം 2025 ആരംഭിക്കുന്നത്. ഇനി വരാൻ പോകുന്ന വർഷങ്ങൾ അതിനേക്കാൾ ഭീകരമായിട്ടുള്ള സംഭവങ്ങളാണ് നടക്കാൻ പോകുന്നത്. 2028 ശുക്രനിൽ മനുഷ്യൻ കാലുകുത്തും. 2076 ആകുമ്പോഴേക്കും കമ്മ്യൂണിസം ലോകം മുഴുവനും കൺട്രോൾ ചെയ്യുന്നതാണ്. 2030 ഏലിയൻസുമായിട്ട് നമ്മൾ ആശയവിനിമയം നടത്തും, അവർ ഭൂമിയിൽ എത്തിച്ചേരും. ഇത്രയൊക്കെ കേട്ടാൽ മതിയല്ലോ നമ്മുടെ ക്യൂരിയോസിറ്റി ഉണരാൻ. എൻ്റെ ക്യൂരിയോസിറ്റി അക്ഷരാർത്ഥത്തിൽ തന്നെ ഉണർന്നു. ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നായി എൻ്റെ ചോദ്യം. അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ശാസ്ത്രമുണ്ടെങ്കിൽ ആ ശാസ്ത്രം കണ്ടെത്തുക തന്നെ വേണം. എൻ്റെ ആ ഒരു ഇൻവെസ്റ്റിഗേഷനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എനിക്ക് ഒരു 30 സെക്കൻഡ് സമയം തരണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മശക്തി 100 ഇരട്ടിയായിട്ട് വികസിപ്പിച്ചെടുക്കണോ? നിങ്ങളുടെ IQ ലെവൽ ഉയർത്തിക്കൊണ്ടുവരണോ? ഒരു വലിയ പുസ്തകത്തിലുള്ള കോണ്ടൻറ്റ് പൂർണ്ണമായിട്ടും ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കണോ? 20 അക്കമോ അല്ലെങ്കിൽ 40 അക്കമോ ഒക്കെ ദൈർഘ്യമുള്ള വലിയ സംഖ്യകൾ വളരെ അനായാസമായിട്ട് ഓർത്തു വയ്ക്കാൻ നിങ്ങൾക്ക് സാധ്യമാകണമോ? ഒരു പുതിയ ഭാഷ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കണോ? വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെമ്മറി ട്രിക്കുകളും മറ്റ് പല ബുക്കുകൾ റെഫർ ചെയ്തുണ്ടാക്കിയെടുത്ത മെമ്മറി ട്രിക്കുകളും കൂട്ടിച്ചേർത്ത് 25 ചാപ്റ്റേഴ്സ് അടങ്ങുന്ന ഒരു മെമ്മറി ഇംപ്രൂവ്മെൻറ്റ് കോഴ്സ് ഞാൻ എൻ്റെ വെബ്സൈറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 3000 രൂപയാണ് കോഴ്സിൻ്റെ ഫീ. പക്ഷേ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രോമോ കോഡ് ഉപയോഗിച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് ലഭ്യമാകുന്നതാണ്. കോഴ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കാം. താല്പര്യമുള്ളവർ പരിശോധിക്കുക. ആസ്ട്രോഫിസിക്സ് കോഴ്സിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതും ചെക്കൗട്ട് ചെയ്യുക. ഇവരുടെ പ്രവചനം സത്യമാണോ മിഥ്യയാണോ എന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് ഈ പ്രവചനം നടത്തിയിട്ടുള്ള ആ 2 പേരും ആരൊക്കെയാണെന്ന് അറിയണ്ടേ? നമുക്ക് ബാബ വാങ്ക്യയിൽ നിന്ന് പറഞ്ഞു തുടങ്ങാം. പലരും വിശ്വസിക്കുന്നത് അതൊരു പുരുഷനാണെന്നാണ്. പക്ഷേ അതൊരു സ്ത്രീയാണ്, കണ്ണു കാണാൻ സാധിക്കാത്ത ഒരു സ്ത്രീ. 1911 ബൾഗേറിയയിലായിരുന്നു അവരുടെ ജനനം. അവർക്ക് വെറും 12 വയസ്സ് മാത്രം ഉണ്ടായിരുന്നപ്പോൾ അവിടെ ശക്തമായിട്ടുള്ള ഒരു ചുഴലിക്കാറ്റ് ഉണ്ടാവുകയും അതിനെ തുടർന്ന് അവരുടെ കാഴ്ചശക്തി എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുകയും ചെയ്തു. 1996 ബ്രസ്റ്റ് ക്യാൻസർ വന്നതിനെ തുടർന്നായിരുന്നു അവരുടെ മരണം സംഭവിച്ചത്. അപ്പോൾ അവർക്ക് 85 വയസ്സ്. മരിക്കുന്നതിന് മുൻപ് അവർ ഒരുപാട് പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അവരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയയും അതുപോലെ ഇൻ്റർനെറ്റും ഒന്നും അത്ര ശക്തമായിട്ടില്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ ഇതൊന്നും പ്രചരിക്കുകയുണ്ടായിരുന്നില്ല. പക്ഷേ അല്ലാതെ പ്രിൻ്റഡ് മീഡിയയിലൂടെ പല ആളുകളും ഇവരെക്കുറിച്ച് വായിച്ചറിഞ്ഞു. മരണശേഷമാണ് ഇവർ ശരിക്കും പ്രശസ്തിയായി മാറുന്നത്. ഇവർക്ക് കണ്ണ് കാണാത്തത് കൊണ്ട് തന്നെ നോസ്ട്രഡാമസിനെ പോലെ ഇവർ പുസ്തകമൊന്നും എഴുതിയിട്ടില്ല. ഇവർ പറഞ്ഞ കാര്യങ്ങൾ ആളുകൾ പറഞ്ഞ് ഇപ്പോൾ 2024 വരെ എത്തിച്ചേർന്നിരിക്കുന്നു. പക്ഷേ ഇത് പ്രിൻ്റഡായിട്ട് വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് ഇത് പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുള്ളത് ഒരു വെബ്സൈറ്റിലായിരുന്നു. 2010 വീക്ക് ഇൻ വിയേർഡ് എന്ന വെബ്സൈറ്റിൽ ഇവരുടെ 66 പ്രഡിക്ഷൻസ് വന്നിട്ടുണ്ട്. അതിനുശേഷം വന്ന ഒരുപാട് പ്രഡിക്ഷൻസ് വേറെയുമുണ്ട്. പക്ഷേ അതൊക്കെ പിന്നീട് ആളുകൾ കൂട്ടിച്ചേർത്തതായിട്ട് മാത്രമേ നമുക്ക് കരുതാൻ കഴിയുകയുള്ളൂ. കാരണം 2010 ഏറ്റവും പഴക്കമുള്ളത്. അതിനുശേഷം അതിൽ പറയാത്ത പല പ്രഡിക്ഷൻസും വന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വേറെ ആരെങ്കിലും കൂട്ടിച്ചേർത്തിട്ടുള്ള പ്രഡിക്ഷൻസ് ആയിരിക്കണമല്ലോ. ആദ്യത്തെ പ്രവചനം 2010 മൂന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുമെന്നാണ്.
ഏതാനും മാസങ്ങളല്ല, 4 വർഷങ്ങളാണ് ആ യുദ്ധം നീണ്ടു നിൽക്കുന്നത്. 2010 ആരംഭിച്ച് 2014 വരെ നീണ്ടു നിൽക്കുന്നു. അതിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ ന്യൂക്ലിയർ ബോംബുകളായിരിക്കും രാജ്യങ്ങൾ ഉപയോഗിക്കുക. അവസാന ഘട്ടമാകുമ്പോഴേക്കും കെമിക്കൽ ആയുധങ്ങളായിരിക്കും ഉപയോഗിക്കുക. പക്ഷെ എനിക്ക് മനസ്സിലാകാത്ത കാര്യം, ആദ്യഘട്ടത്തിൽ ന്യൂക്ലിയർ ബോംബുകൾ ഉപയോഗിക്കുമ്പോൾ പിന്നീട് എന്തെങ്കിലും ആയുധങ്ങൾ ഉപയോഗിക്കാനായിട്ട് ഇവിടെ മനുഷ്യരാരെങ്കിലും ഉണ്ടാകുമോ? വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അമേരിക്ക ഉപയോഗിച്ച ഒരു ന്യൂക്ലിയർ ബോംബിൻ്റെ പ്രഹരം നമുക്ക് വ്യക്തമായിട്ട് തന്നെ അറിയാം. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ന്യൂക്ലിയർ ആയുധങ്ങൾ എത്രമാത്രം ശക്തമാണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 1-2 ബോംബ് സ്ഫോടനങ്ങൾ കൊണ്ട് തന്നെ ആ യുദ്ധവും മനുഷ്യരാശിയും ഒക്കെ പൂർണ്ണമായിട്ടും നശിച്ചു പോയേക്കാം. ഏറ്റവും സന്തോഷകരമായ കാര്യം, ആദ്യത്തെ പ്രവചനം ചീറ്റിപ്പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു യുദ്ധവും നടന്നില്ല, നമ്മളെല്ലാവരും ഇവിടെ സുഖകരമായിട്ട് കഴിഞ്ഞു പോകുന്നു. രണ്ടാമത്തെ പ്രവചനവും ന്യൂക്ലിയർ ബോംബുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. 2011 നോർത്തേൺ ഹെമിസ്ഫിയറിൽ അല്ലെങ്കിൽ ഉത്തരാർദ്ധഗോളത്തിൽ ഒരു വലിയ ന്യൂക്ലിയർ ബ്ലാസ്റ്റ് ഉണ്ടാകുന്നു. അതിനെ തുടർന്ന് ഒരുപാട് ആളുകൾ മരണമടയുന്നു. നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയൊക്കെ നിൽക്കുന്ന ഒരു ഭൂഭാഗമാണ്. ഇവിടെ അത്തരത്തിലുള്ള ഒരു ന്യൂക്ലിയർ ബ്ലാസ്റ്റും നടന്നിട്ടില്ല. ഈ ഒരു ന്യൂക്ലിയർ ബ്ലാസ്റ്റിന് ശേഷം മുസ്ലിംസ് യൂറോപ്യൻസിനെ വേട്ടയാടുന്ന കാര്യവും പരാമർശിക്കുന്നുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ഒരു ആക്രമണവും നടന്നിട്ടില്ല. ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കി. നെറ്റിൽ സെർച്ച് ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല. കാരണം അത്തരത്തിൽ വലിയൊരു യുദ്ധം നടന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മളെല്ലാവരും അത് അറിഞ്ഞിരിക്കേണ്ടതാണ്. ആരും അറിഞ്ഞിട്ടില്ല, നെറ്റിലും അങ്ങനെയുള്ള ഒരു പരാമർശവുമില്ല. അങ്ങനെ രണ്ടാമത്തെ പ്രവചനവും ചീറ്റിപ്പോയി. മൂന്നാമത്തെ പ്രവചനം ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു പ്രവചനമാണ്. 2014 ലോകത്തിൽ നല്ലൊരു ശതമാനം ആളുകൾക്കും സ്കിൻ ക്യാൻസർ ഉണ്ടാകുന്നതാണ്. മുമ്പുള്ള വർഷങ്ങളിൽ ന്യൂക്ലിയർ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായിട്ടുണ്ട്, അതുപോലെ കെമിക്കൽ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ സ്കിന്നിനെ ബാധിക്കണമല്ലോ. അങ്ങനെ ആയിരിക്കണം അവർ അങ്ങനെ ഒരു പ്രവചനം നടത്തിയത്. ഇതിൻ്റെ പിന്നിലെ വാസ്തവം ശാസ്ത്രീയമായിട്ട് അറിയാൻ ഞാൻ ഗൂഗിൾ സ്കോളറിൽ ഇതൊന്ന് സെർച്ച് ചെയ്ത് നോക്കി. പക്ഷേ 2014 സാധാരണഗതിയിൽ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതലായിട്ട് ആർക്കും തന്നെ സ്കിൻ ക്യാൻസർ ഉണ്ടായിട്ടില്ല. സ്കിൻ ക്യാൻസർ എന്നല്ല, ഒരു രീതിയിലുള്ള ക്യാൻസറും അബ്നോർമലായിട്ടുള്ള രീതിയിൽ ആ വർഷം ആർക്കും ഉണ്ടായിട്ടില്ല. ബാബ വാങ്കയുടെ ഫോളോവേഴ്സ് ഇതിൽ അല്പം ഒരു തിരുത്തൽ വരുത്തിയിട്ട് 2024 ആക്കിയിട്ടുണ്ട്. സ്കിൻ ക്യാൻസർ കൂടുതലായിട്ട് ഉണ്ടാകുമെന്നുള്ളത് മാറ്റിയിട്ട് ക്യാൻസറിനുള്ള വാക്സിൻ കണ്ടെത്തും അല്ലെങ്കിൽ മരുന്ന് കണ്ടെത്തുമെന്നായി. അത് ഏറ്റവും ഒടുവിലായിട്ട് കൂട്ടിച്ചേർത്തിട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞ ആദ്യത്തെ 2010 പബ്ലിഷ് ചെയ്തു വന്ന ആ 66 പ്രഡിക്ഷൻസിലും ഈ കാര്യങ്ങൾ പെടുന്നില്ല. അതിനുശേഷം ആരൊക്കെയോ എഡിറ്റ് ചെയ്ത് പിന്നീട് പല ആർട്ടിക്കിൾസ് ആയിട്ട് പ്രചരിപ്പിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഒരു പ്രചാരണം ഉണ്ടാകുന്നതിന് പിന്നിലുള്ള കാരണം എന്താണെന്ന് നമുക്കറിയാം. റഷ്യയുടെ ക്യാൻസർ വാക്സിനാണ്. ബാബ വാങ്കയുടെ അടുത്ത പ്രവചനം അവരുടെ മറ്റൊരു പ്രവചനവുമായിട്ട് കോൺട്രാഡിക്റ്റ് ചെയ്യുന്നതാണ്. അവരുടെ പ്രവചനം അനുസരിച്ച് 2017 ഏലിയൻസ് ഭൂമിയിൽ എത്തിച്ചേരുകയും നമ്മളുമായിട്ട് ആശയവിനിമയം നടത്തുകയും ചെയ്യും. എന്നാൽ മറ്റൊരു പ്രവചനത്തിലൂടെ അവർ തന്നെ പറയുന്നത് 2030 ആദ്യമായി ഏലിയൻസ് ഭൂമിയിൽ എത്തിച്ചേരുകയും മനുഷ്യരുമായിട്ട് ആശയവിനിമയം നടത്തുകയും ചെയ്യും. 2017 അവരിവിടെ എത്തിച്ചേർന്ന് ആദ്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുവെങ്കിൽ പിന്നെ എങ്ങനെയാണ് വീണ്ടും 2030 ഇവിടെ എത്തിച്ചേർന്ന് ആദ്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? 2017 എന്നുള്ളത് 2010 പബ്ലിഷ് ചെയ്തു വന്ന അവരുടെ 66 പ്രഡിക്ഷൻസിൽ വരുന്നതാണ്. ഇപ്പോൾ 2030 എന്ന് പ്രചരിപ്പിക്കുന്നത് ഏറ്റവും ഒടുവിലായിട്ട് വന്ന കൂട്ടിച്ചേർക്കലാണ്. അത് വേറെ പല ആർട്ടിക്കിൾസിലായിട്ട് അവരുടെ ആണെന്ന് പറഞ്ഞ് പലരും പ്രവചിക്കുന്നതാണ്. പക്ഷേ 2017 പ്രഡിക്ഷൻ തെറ്റിപ്പോയപ്പോൾ അത് തെറ്റല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അവർ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. 2017 ഒരു ഇൻ്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റ് നമ്മുടെ സോളാർ സിസ്റ്റത്തിലൂടെ കടന്നു പോവുകയുണ്ടായി. ആദ്യഘട്ടത്തിൽ നമ്മളെല്ലാവരും കരുതിയത് ഒരു ഏലിയൻ സ്പേസ് ഷിപ്പ് ആയിരിക്കുമെന്നാണ്. എന്നാൽ പിന്നീട് നടത്തിയ ശാസ്ത്ര പഠനങ്ങളിലൂടെ ഓമുവ ഒരു സ്പേസ് ഷിപ്പ് ഒന്നുമല്ല. അത് തികച്ചും ഒരു സെലസ്റ്റിയൽ ബോഡി മാത്രമാണ്. അതിൻ്റെ വലിപ്പം ഒരു സിഗാർ പോലെ നീണ്ടു കിടക്കുന്നു എന്ന് മാത്രം. അത് നമ്മുടെ സോളാർ സിസ്റ്റത്തിലൂടെ കടന്നു പോവുകയും ചെയ്തു. ഇത് ഏലിയൻസിൻ്റെ സ്പേസ് ഷിപ്പാണ്. അതിൻ്റെ ഉള്ളിൽ ഏലിയൻസ് ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് നമ്മളുമായിട്ട് ഒരു സംസർഗം ഉണ്ടാക്കിയത് ഈ ഒരു ഷിപ്പിൻ്റെ കടന്നുവരവോട് കൂടിയാണെന്നാണ് ബാബ വാങ്കയുടെ ഫോളോവേഴ്സ് പ്രചരിപ്പിക്കുന്നത്. പക്ഷേ അതിൽ ഒരു വാസ്തവവുമില്ല. അത് പൂർണ്ണമായിട്ടും ഒരു സെലസ്റ്റിയൽ ബോഡി മാത്രമാണെന്ന് ശാസ്ത്രീയമായിട്ട് നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. അടുത്ത പ്രവചനം അനുസരിച്ച് 2021 ലോകം കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും ഭീകരമായിട്ടുള്ള സുനാമി ഉണ്ടാകുമെന്നാണ്. ചരിത്രത്തിൽ ഇന്നുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും ഭീകരമായ സുനാമി നടന്നത് 2004 മലയാളികൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് അന്ന് കൊല്ലപ്പെട്ടത്. 2021 അതിഭീകരമായിട്ടുള്ള സുനാമി ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ സുനാമി ഉണ്ടായിട്ടുണ്ട്.
അതിൻ്റെ അർത്ഥം ഇത് ശരിയാണെന്നല്ല. എല്ലാ വർഷവും 2-3 സുനാമികൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ്. പലപ്പോഴും നമ്മളത് തിരിച്ചറിയാറ് പോലുമില്ല. 2-3 എന്നൊക്കെ പറയുന്നത് നമ്മൾ ഡിക്റ്റേറ്റ് ചെയ്തിട്ടുള്ള സുനാമിയാണ്. നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ സാധിക്കാതെ പോയ സുനാമി അതിനേക്കാളുമൊക്കെ വളരെയധികം കൂടുതലായിരിക്കും. നമുക്കറിയാം, സുനാമി ഉണ്ടാകുന്നത് കടലിൻ്റെ അടിത്തട്ടിൽ ശക്തമായിട്ടുള്ള ഭൂകമ്പം ഉണ്ടാകുമ്പോഴാണ്. ഭൂകമ്പം എല്ലാ വർഷങ്ങളിലും സംഭവിക്കാറുണ്ട് ലോകത്തിൻ്റെ പല മേഖലകളിലായിട്ട്. പക്ഷേ ഇതിൽ ബഹുഭൂരിപക്ഷവും വളരെയധികം തീവ്രത കുറഞ്ഞിട്ടുള്ള ഭൂകമ്പങ്ങളാണ്. വളരെ കുറച്ച് മാത്രമേ വലിയ രീതിയിലുള്ള അപകടങ്ങൾ സൃഷ്ടിക്കുകയുള്ളൂ. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ജലമാണ്, അതായത് സമുദ്രമാണ്. അതുകൊണ്ട് ഈ ഭൂകമ്പങ്ങൾ സംഭവിക്കുമ്പോൾ അതിൻ്റെ നല്ലൊരു ശതമാനവും സംഭവിക്കുക കടലിലായിരിക്കും, അല്ലെങ്കിൽ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലായിരിക്കും. അതിനെ തുടർന്ന് വളരെ നേർത്ത ചെറിയ സുനാമികൾ ഉണ്ടാവാറുമുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുള്ള സുനാമികൾ മാത്രമാണ് 2021 സംഭവിച്ചത്. 2021 മാത്രമല്ല, എല്ലാ വർഷങ്ങളിലും അങ്ങനെയുള്ള സുനാമികൾ സംഭവിക്കുന്നുണ്ട്. അതായത് ഈ ഒരു പ്രവചനവും തെറ്റിപ്പോയിരിക്കുകയാണ്. 2021 തന്നെ ലോകത്തുള്ള സകല ആളുകളും ക്രൂഡ് ഓയിലിൻ്റെ ഉപയോഗം നിർത്തും. അതായത് പെട്രോൾ, ഡീസൽ ഉപയോഗിച്ചുള്ള വാഹനങ്ങൾ പിന്നീട് ഉണ്ടായിരിക്കില്ല. എല്ലാ ആളുകളും ഇലക്ട്രിക് വാഹനങ്ങളിലായിരിക്കും സഞ്ചരിക്കുക. ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് 2025 ഇന്നും ഞാൻ കോളേജിൽ പോയി വന്നത് പെട്രോൾ ഉപയോഗിച്ച് ഓടുന്ന എൻ്റെ ബൈക്കിലാണ്. കുറേയധികം ആളുകൾ ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പെട്രോൾ, ഡീസൽ വാഹനങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം, 96 മരണമടഞ്ഞ അവർ എങ്ങനെയായിരിക്കും ഈ ഇലക്ട്രിക് വാഹനങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവുക? ഇലക്ട്രിക് വാഹനങ്ങൾ ഇപ്പോഴല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്? അവിടെ തെറ്റി. ഇപ്പോഴല്ല, ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ഇലക്ട്രിക് വാഹനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഈ പെട്രോൾ ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കുന്ന വാഹനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒട്ടും എഫക്റ്റീവ് അല്ല. കൂടുതൽ പണച്ചെലവുണ്ട്, പിന്നെ കാര്യമായിട്ടുള്ള മൈലേജ് നമുക്ക് കിട്ടുകയില്ല. അതിനെ തുടർന്നാണ് എല്ലാ കമ്പനികളും പെട്രോൾ, ഡീസൽ എഞ്ചിനുകളിലേക്ക് തിരിഞ്ഞത്. ഇപ്പോൾ മാത്രമാണ് നമ്മൾ കൂടുതൽ ബാറ്ററികൾ വന്നതോടുകൂടി, കൂടുതൽ ബാറ്ററി സാങ്കേതിക വിദ്യകൾ വന്നതോടുകൂടി ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് തിരിഞ്ഞു തുടങ്ങിയത്. 2021 തന്നെ വെട്ടുകിളികളുടെ വലിയ ആക്രമണത്തെ തുടർന്ന് ഇവിടുത്തെ കൃഷിയെല്ലാം നശിച്ചു പോവുകയും നമുക്കെല്ലാവർക്കും ഭക്ഷ്യക്ഷാമം അനുഭവിക്കേണ്ടി വരുമെന്നും പ്രവചിക്കുന്നു. പക്ഷേ എൻ്റെ ബലമായ സംശയം, 2010 നടന്ന ആ ലോക മഹായുദ്ധത്തെ തുടർന്ന് ഇവിടെയെല്ലാം നശിച്ചു പോയിട്ടുണ്ടായിരിക്കുമല്ലോ. ന്യൂക്ലിയർ ബോംബുകളാണ് എല്ലാ രാജ്യങ്ങളും ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഇവിടെ ഏതെങ്കിലും പുൽക്കൊടിയെങ്കിലും മുളയ്ക്കുമോ? ഇവിടെ മനുഷ്യരെങ്കിലും ഉണ്ടായിരിക്കുമോ? പിന്നെ എങ്ങനെയാണ് 2021 വെട്ടുക്കിളികളുടെ ആക്രമണം ഉണ്ടാവുക? വെട്ടുകിളികൾ തന്നെ ഇവിടെ ഉണ്ടായിരിക്കുമോ? വെട്ടുകിളികൾ കാരണം കൃഷിനാശം സംഭവിക്കാറുണ്ട്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയിട്ടുള്ള കാര്യമല്ല. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വെട്ടുകിളികൾ കൂട്ടമായിട്ട് കുറേയധികം കൃഷി ഭൂമികളിലേക്ക് യാത്ര ചെയ്യുകയും പോന്ന വഴിയിൽ കണ്ടതെല്ലാം അത് ഭക്ഷിക്കുകയും വലിയ കൃഷിനാശം സംഭവിപ്പിക്കുകയും ചെയ്യാറുണ്ട്. ഇത് നമ്മൾ പല രീതിയിൽ ശാസ്ത്രീയമായിട്ടുള്ള മാർഗങ്ങളിലൂടെ പ്രവചിക്കുകയും വേണ്ട നടപടികളൊക്കെ സ്വീകരിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. വെട്ടുകിളികളുടെ ആക്രമണം നേരത്തെ തന്നെ ഉണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു വെട്ടുകിളിയുടെ ആക്രമണം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അത് ബാബ വാങ്കയുടെ പ്രവചനമാണെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ബാബ വാങ്കെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലും വെട്ടുകിളികളുടെ ആക്രമണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇതവർക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യം തന്നെയാണ്. 2024 കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുകയും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമെന്ന് പറയുന്നു. 2024 പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ വയനാട്ടിൽ വലിയൊരു ദുരന്തം സംഭവിച്ചിട്ടുണ്ട്. ലോകത്തിൻ്റെ പല മേഖലകളിലും ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിയാണ് എന്നായിരിക്കും നിങ്ങൾ കരുതുക. എങ്കിൽ തെറ്റി. 2024 മാത്രമല്ല, മിക്ക വർഷങ്ങളിലും അല്ലെങ്കിൽ എല്ലാ വർഷങ്ങളിലും ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ വലിയ രീതിയിലുള്ള പ്രളയമോ ഭൂകമ്പമോ അല്ലെങ്കിൽ വലിയ വരൾച്ചയോ ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. കഴിഞ്ഞ വർഷം പാകിസ്ഥാനിൽ വലിയൊരു ദുരന്തമുണ്ടായി. ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ ടിബറ്റിലും നേപ്പാളിലുമായിട്ട് വലിയ ഭൂചലനങ്ങൾ സംഭവിച്ചു. എല്ലാ വർഷവും എല്ലാ കോണിലും കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ അല്ലാതെ ഉള്ള എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ സംഭവിക്കുന്നതാണ്. അടുത്ത പ്രവചനം ഈ വർഷം, അതായത് 2025 നടക്കുമെന്ന് പറഞ്ഞ കാര്യമാണ്. 2025 മനുഷ്യർ വിജയകരമായിട്ട് ടെലിപ്പതി നടപ്പിലാക്കും. ഇതിനെ പലരും കണക്ട് ചെയ്യുന്നത് ഇലോൺ മസ്കിൻ്റെ ന്യൂറാലിങ്കുമായിട്ടാണ്. ന്യൂറാലിങ്കിൻ്റെ ചിപ്പ് നമുക്ക് തലയിൽ ഘടിപ്പിക്കാൻ സാധിക്കും. 2 കൈയും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല. എന്നാൽ 2 കൈയും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ സാധിക്കും. കൈകളില്ലാതെ തന്നെ അവർ ചിന്തിക്കുന്നത് പോലെ അവരുടെ മൗസ് പോയിൻ്റർ പ്രവർത്തിക്കുന്നതാണ്. ഇത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. ഇത് ടെലിപ്പതിയാണെന്നാണ് പറയുന്നത്. പക്ഷേ ടെലിപ്പതിക്കും ഇതിനും തമ്മിൽ ഒരു ബന്ധവുമില്ല.
2025 ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഗവേഷണ ഫലം വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇംപ്ലിമെൻറ്റേഷൻ വരികയാണെങ്കിൽ അത് മിക്കവാറും ബാബ വാങ്കയുടെ വിജയമായിട്ടായിരിക്കും പ്രഖ്യാപിക്കുക. ഈ വർഷം തന്നെ നടക്കാൻ പോകുന്ന മറ്റൊരു പ്രവചനം അനുസരിച്ച് നമ്മൾ മിക്ക ആളുകളും സ്പേസിലേക്ക് പോവുകയാണ്. വെറുതെ അവിടെ പോയി മടങ്ങി വരാനല്ല, നമ്മൾ ടൂറിസ്റ്റുകളായിട്ട് അവിടെ പോയി ആസ്വദിക്കാൻ പോവുകയാണ്. ആരെങ്കിലുമൊക്കെ 1-2 കോടീശ്വരന്മാർ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു മിഷൻ്റെ ഭാഗമായിട്ട് അവിടെ പോയേക്കാം, തിരികെ മടങ്ങി വന്നേക്കാം. അതിൻ്റെ അർത്ഥം നമ്മളെല്ലാവരും അവിടെ ടൂറിസ്റ്റുകളായിട്ട് പോകുമെന്നല്ല, അത് ഒരു സ്വപ്നമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. 1-2 ആളുകൾ ഈ വർഷം പോവുകയാണെങ്കിൽ അതും ബാബ വാങ്കയുടെ ഒരു നേട്ടമായിട്ട് മാറും. ബാബ വാങ്കയുടെ കാര്യം നമുക്ക് ഇവിടെ നിർത്താം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ അതങ്ങ് വലിച്ചു നീട്ടി കൊണ്ടുപോകണ്ട. നമുക്ക് നോസ്ട്രഡാമസിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. കാരണം ബാബ വാങ്കയേക്കാൾ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത് നോസ്ട്രഡാമസ് ആണ്. അദ്ദേഹം ഒരു വലിയ ഒന്നല്ല ഒരുപാട് എഡിഷൻ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവചനവുമായി ബന്ധപ്പെട്ടിട്ട്. അദ്ദേഹം ഒരു ഡോക്ടറാണെന്നാണ് വിശേഷിപ്പിക്കുന്നത് പലരും. അദ്ദേഹം ചികിത്സിച്ചിട്ടുണ്ട്, അത്ഭുത മരുന്നുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായിരുന്നു അതിൻ്റെ പിന്നിലെ വാസ്തവം? അദ്ദേഹം ജനിക്കുന്നത് ഫ്രാൻസിലാണ് 1503 ഡിസംബർ മാസം. 1529 അദ്ദേഹം യൂണിവേഴ്സിറ്റി ഓഫ് മൗണ്ട് പില്ലേറിൽ ഒരു മെഡിസിൻ വിദ്യാർത്ഥിയായിട്ട് ജോയിൻ ചെയ്തു. പക്ഷേ ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തെ യൂണിവേഴ്സിറ്റി പുറത്താക്കി. അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. അദ്ദേഹം ഡോക്ടർ ആകുന്നതിന് മുൻപ് തന്നെ മരുന്ന് പല പേഷ്യൻസിനും കൊടുക്കാൻ തുടങ്ങി. നിയമവിരുദ്ധമായിട്ട് ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നും മരുന്ന് കവർന്നെടുത്ത് പലർക്കും വിറ്റിട്ടുണ്ട്. അതിനെ തുടർന്നാണ് അദ്ദേഹത്തെ പുറത്താക്കുന്നത്. പക്ഷേ വെളിയിൽ പോയതിനു ശേഷവും അദ്ദേഹം ഡോക്ടറിൻ്റെ പ്രാക്ടീസ് തുടർന്നു പോയി. വെറും 1 വർഷം മാത്രമാണ് അദ്ദേഹം മെഡിസിൻ പഠിച്ചത്. അദ്ദേഹം ആ കാലഘട്ടത്തിൽ ഒരു അത്ഭുത മരുന്ന് നിർമ്മിച്ചു. റോസ്പിൽ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ആ കാലഘട്ടങ്ങളിലൊക്കെ പ്ലേഗ് വലിയ രീതിയിൽ ആളുകളെ ഭയപ്പെടുത്തുന്ന ഒരു രോഗമായിരുന്നു, ഒരു പകർച്ചവ്യാധിയാണ്. ആ പകർച്ചവ്യാധിയെ തുടർന്ന് ഒരുപാട് ആളുകൾ മരണമടയുമായിരുന്നു. നിങ്ങൾ ഈ റോസ്പിൽ മരുന്ന് കഴിക്കുകയാണെങ്കിൽ ഒരിക്കലും പ്ലേഗ് ബാധിക്കുകയില്ല എന്ന് പ്രചരിപ്പിച്ചു. അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് പല ആളുകൾ തിങ്ങിക്കൂടുന്ന പ്രദേശങ്ങളിൽ പലരെ കൊണ്ടും അദ്ദേഹം പറയിപ്പിച്ചു, എനിക്ക് പ്ലേഗ് ഉണ്ടായിരുന്നു, പ്ലേഗ് വന്നതിന് ശേഷം ഞാൻ ഈ റോസ്പില്ല് കഴിച്ചു, അതിനുശേഷം എൻ്റെ ഈ രോഗമെല്ലാം മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ പറഞ്ഞപ്പോൾ ആളുകൾ അത് വിശ്വസിക്കുകയും അദ്ദേഹത്തെ ഒരു ദിവ്യനായിട്ട് കരുതി പോരുകയും ചെയ്തു. ഇവിടുത്തെ രസകരമായിട്ടുള്ള കാര്യം, രസകരമെന്ന് പറയുന്നത് പൊളിറ്റിക്കലി കറക്റ്റായിട്ടുള്ളൊരു കാര്യമല്ല, പക്ഷേ എങ്കിൽ പോലും ഇവിടെ അത് പറയേണ്ടി വരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയും ആദ്യ ഭാര്യയിലുണ്ടായ മക്കളും ഇതേ പ്ലേഗ് വന്നു തന്നെയാണ് മരണമടഞ്ഞത്. റോസ്പില്ല് വാസ്തവമായിരുന്നെങ്കിൽ, അത് സത്യമായിരുന്നെങ്കിൽ ഇവർക്ക് മരണം സംഭവിക്കില്ലായിരുന്നു. പിന്നീട് കുറച്ചധികം വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ധനികയായ ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു. ആ വിവാഹ ബന്ധത്തിൽ അവർക്ക് 6 കുട്ടികളുമുണ്ടായി. ആ കാലയളവിലാണ് അദ്ദേഹത്തിന് ഒരു ബോധോദയം ഉണ്ടാകുന്നത്, ഒരു വ്യത്യസ്തമായിട്ടുള്ള ബിസിനസ് സ്ട്രാറ്റജി. അതനുസരിച്ച് അദ്ദേഹം ആൽമനാക് കാലണ്ടർ നിർമ്മിച്ചു. ആ കാലണ്ടറിൽ ഓരോ ദിവസവും നടക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളെക്കുറിച്ച് അദ്ദേഹം പ്രവചിച്ചു. അതിൽ ബഹുഭൂരിപക്ഷവും തെറ്റിപ്പോവുകയായിരുന്നു, പക്ഷേ വളരെ വിരളമായിട്ട് ചില സംഭവങ്ങളൊക്കെ ഇൻഡയറക്റ്റ്ലി ശരിയാവുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം വലിയ പ്രശസ്തനായി, കോടീശ്വരന്മാരുടെ ഇഷ്ടത്തോഴനായി മാറി. കാശുള്ളവർ അദ്ദേഹത്തെ നേരിട്ട് അപ്പോയിൻമെൻ്റ് എടുത്ത് കാണാൻ തുടങ്ങി. അവർക്ക് അവരുടെ ഭാവി എന്താണെന്ന് മനസ്സിലാക്കണമായിരുന്നു. അദ്ദേഹം അവരുടെ ഭാവി പ്രവചിക്കാൻ തുടങ്ങുന്നു. അതിനുശേഷം അദ്ദേഹം കവിതകൾ എഴുതാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ കവിതകൾ കാരണമാണ് പിന്നീട് അദ്ദേഹം പ്രശസ്തനായിട്ട് മാറിയത്. 1555 ലെസ് പ്രോഫറ്റീസ് എന്നു പേരുള്ള അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരത്തിൻ്റെ ആദ്യത്തെ എഡിഷൻ പബ്ലിഷ് ആകുന്നത്. വെറും 4 വരി മാത്രമുള്ള അനവധി കവിതകളുടെ ഒരു സമാഹാരമായിരുന്നു ആ പുസ്തകം. ഓരോ കവിതയിലും ഒളിഞ്ഞിരിക്കുന്നത് ഭാവിയാണ്, ഭാവി പ്രവചനമാണ്. ആർക്ക് വേണമെങ്കിലും ഇഷ്ടമുള്ള രീതിയിൽ വളച്ചൊടിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഓരോ കവിതയുമുള്ളത്. അങ്ങനെ ഇരിക്കെ ആ കൂട്ടത്തിലെ ഒരു കവിത വലിയ രീതിയിൽ ഹിറ്റാവുകയുണ്ടായി. രാജ്യം ഭരിക്കുന്ന രാജാവായ ഹെൻറി രണ്ടാമനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കവിതയായിരുന്നു അത്. ആ കവിത ഏതാണ്ട് ഒരു പ്രായം ചെന്ന സിംഹത്തെപ്പറ്റിയും ഒരു പ്രായം കുറഞ്ഞ സിംഹത്തെപ്പറ്റിയുമായിരുന്നു. പ്രായം കുറഞ്ഞ സിംഹം പ്രായം കൂടിയ സിംഹത്തെ കൊല്ലുന്നു എന്ന രീതിയിലാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഏതാണ്ട് അതേ രീതിയിൽ തന്നെയാണ് അപ്പോഴത്തെ രാജാവ് കൊല്ലപ്പെടുന്നത്. അതിനെ തുടർന്ന്
രാജ്ഞി നോസ്ട്രഡാമിനെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. നോസ്ട്രഡാംസ് വളരെയധികം ഭയത്തോടു കൂടി തന്നെയാണ് അവിടെ എത്തിച്ചേരുന്നത്. കാരണം രാജാവ് മരിച്ചിരിക്കുന്നു, അത് പ്രവചിച്ചിരിക്കുന്നത് താനാണ്. ശരിക്കും അതൊരു പ്രവചനമായിട്ടൊന്നും നമുക്ക് കരുതാൻ സാധിക്കുകയില്ല. ആരൊക്കെയോ അതിനെ വളച്ചൊടിച്ച് ഒരു പ്രവചനമാക്കി മാറ്റുകയാണ് ഉണ്ടായത്. അദ്ദേഹം ഭയപ്പെട്ടതുപോലെ ഒന്നും സംഭവിച്ചില്ല. രാജ്ഞിക്ക് അദ്ദേഹത്തിൻ്റെ കവിതയിൽ പൂർണ്ണമായിട്ടുള്ള തൃപ്തിയാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെ കൊട്ടാരത്തിലെ പ്രധാനപ്പെട്ട അഡ്വൈസറായിട്ട് നിയമിച്ചു. ആ പുസ്തകം ഒരു തുടക്കം മാത്രമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ തന്നെ അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള എഡിഷൻ അദ്ദേഹം തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണശേഷവും പല എഡിഷൻസും വന്നിട്ടുണ്ട്. നോസ്ട്രഡാമസിൻ്റെ പ്രവചനങ്ങളുമായി ബന്ധപ്പെട്ട് പീറ്റർ ലെമസ്യൂറർ രചിച്ച ഒരു പുസ്തകമുണ്ട്. നോസ്ട്രഡാമസ് ബിബ്ലിയോ മാൻകർ, ദ മാൻ, ദ മിത്ത്, ദ ട്രൂത്ത് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകം വിശകലനം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലെ 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അതിലൊന്ന് ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രവചനമാണ്. ഹിറ്റ്ലർ ജനിക്കുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് നോസ്ട്രഡാംസ് ജീവിച്ച് മരണമടഞ്ഞത്. അദ്ദേഹം ആ കാലഘട്ടത്തിൽ തന്നെ എഴുതി വച്ചിരുന്നു ഹിറ്റ്ലർ എന്ന് പറയുന്ന ഒരു ഏകാധിപതി ഇവിടെ ജനിക്കുമെന്ന്. പക്ഷേ അത് യഥാർത്ഥത്തിൽ ഹിറ്റ്ലർ തന്നെ ആയിരുന്നോ? 2 എഡിഷനുകളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് 20-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടിട്ടുള്ള ഒരു എഡിഷൻ, അതായത് ഹിറ്റ്ലറിൻ്റെ കാലഘട്ടത്തിന് ശേഷം രചിക്കപ്പെട്ടിട്ടുള്ള ഒരു എഡിഷൻ. മറ്റൊന്ന് അതിനു മുമ്പുണ്ടായിരുന്ന പഴയ എഡിഷൻ. 20-ാം നൂറ്റാണ്ടിലെ എഡിഷനിൽ ഹിറ്റ്ലർ എന്ന് പരാമർശമുണ്ട്, ഹിറ്റ്ലറിനെ കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്. പക്ഷേ പഴയ എഡിഷനിൽ ഹിറ്റ്ലർ എന്നല്ല അവിടെ വരുന്നത് ഇഫ്റ്റർ എന്ന നദിയെക്കുറിച്ചാണ്. ഇഫ്റ്റർ എന്ന് പറയുന്നത് ദാനുബെ നദിയുടെ മറ്റൊരു പേരാണ്. ആ കവിതയിൽ തന്നെ ഇഫ്റ്റർ നദിക്ക് പുറമെ റൈൻ എന്ന നദിയെക്കുറിച്ചും പരാമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഹിറ്റ്ലർ ഉണ്ടായതിനു ശേഷം 20-ാം നൂറ്റാണ്ടിൽ ഇറങ്ങിയിട്ടുള്ള എഡിഷനിലെ ആ ഇഫ്റ്റർ അങ്ങ് മാറ്റിയിട്ട് അവിടെ ഹിറ്റ്ലർ എന്ന് കൂട്ടിച്ചേർത്തു. പിന്നീട് അതിനെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വളച്ചൊടിക്കാമല്ലോ. അദ്ദേഹം ഒരു ഏകാധിപതിയാണെന്നും ഒരുപാട് ആളുകളെ കൊല്ലുമെന്നും പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണം ഇങ്ങനെയാണെന്നും ഒക്കെ ആളുകൾക്ക് അതിൽ നിന്നും അർത്ഥങ്ങൾ കണ്ടെത്താൻ സാധിക്കും. മറ്റൊരു സുപ്രധാന പ്രവചനം 2001 സംഭവിച്ച വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ തകർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. 6th സെഞ്ച്വറി കോൺട്രെയിൻ 97 ഇതിനെക്കുറിച്ചുള്ള പരാമർശം വരുന്ന കവിതയുള്ളത്. പുതിയ എഡിഷനിലെ കവിത തുടങ്ങുന്നത് ഇപ്രകാരമാണ്: 2 steel birds will fall from the sky. എന്നാൽ ഒറിജിനൽ വേർഷനിൽ 6th സെഞ്ച്വറി കോൺട്രെയിൻ 97 കിടക്കുന്നത് അങ്ങനെയല്ല. The heaven fall burn at 5 and 40 degrees എന്നാണ്. തീർത്തും വ്യത്യസ്തമായിട്ടുള്ള വരികളിൽ മാറ്റം വരുത്തി വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ തകർച്ചയ്ക്ക് ശേഷം അതിനെ വീണ്ടും പുതിയ എഡിഷനായിട്ട് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ മാറ്റുന്നത് കൊണ്ട് ആളുകൾക്ക് എന്ത് പ്രയോജനമാണുള്ളത്? ഒരു പുതിയ എഡിഷൻ പബ്ലിഷ് ചെയ്യണമെങ്കിൽ ഒരുപാട് പണം ചെലവഴിക്കണ്ടേ? ആയിരക്കണക്കിന് പുസ്തകങ്ങളായിരിക്കും, ഏറ്റവും കുറഞ്ഞ 1000 പുസ്തകമെങ്കിലും ഒരു എഡിഷനിൻ്റെ ഭാഗമായിട്ട് പബ്ലിഷ് ചെയ്യണം. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വലിയ നേട്ടമുണ്ട്. ആ നേട്ടം എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് 1-2 സ്റ്റാറ്റിസ്റ്റിക്സ് കൂടി പരിശോധിക്കാം. ഒരു ആർട്ടിക്കിൾ അനുസരിച്ച് 2001 സെപ്റ്റംബർ മാസം 11 ശേഷം, അതായത് ഇരട്ട ഗോപുരങ്ങളുടെ തകർച്ചയ്ക്ക് ശേഷം ആയിരക്കണക്കിന് ആളുകളുടെ മെയിലിലേക്ക് അനോണിമസ് ആയിട്ടുള്ള ചില സന്ദേശങ്ങൾ എത്തിച്ചേർന്നു. അതായത് വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ തകർച്ച നോസ്ട്രഡാമസ് നേരത്തെ തന്നെ പ്രവചിച്ചിട്ടുണ്ട്. ആ പ്രവചനം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ആ പുസ്തകം ഒന്ന് വാങ്ങിച്ച് നോക്കുക. ഇനി നമുക്ക് കാണേണ്ടത് ആ സമയത്തെ ഏറ്റവും കൂടുതൽ വിറ്റുപോയിട്ടുള്ള പുസ്തകത്തിൻ്റെ പേരാണ്. 2001 സെപ്റ്റംബർ മാസം 18-ാം തീയതി, അതായത് ഇരട്ട ഗോപുരങ്ങൾ തകർന്ന് 7 ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ന്യൂയോർക്ക് ടൈംസിൽ പബ്ലിഷ് ചെയ്തു വന്ന ഒരു ആർട്ടിക്കിൾ. ആ ആർട്ടിക്കിൾ അനുസരിച്ച് നോസ്ട്രഡാമസിൻ്റെ പുസ്തകമാണ് ബെസ്റ്റ് സെല്ലർ. ആ ഒരു 7 ദിവസത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിയത് ആ പുസ്തകമാണ്. കോടികളുടെ ബിസിനസ്സാണ് അവിടെ നടന്നത്. മറ്റൊരു ഉദാഹരണം കൂടി പറയാം. മായൻ കാലണ്ടറിൻ്റെ അവസാന ദിവസം. മായൻ കാലണ്ടർ അവസാനിക്കുന്നത് 21/12/2012 അതിനുശേഷം ആ കാലണ്ടർ ഇല്ല. നോസ്ട്രഡാമസിൻ്റെ പ്രവചനം അനുസരിച്ച് മായൻ കാലണ്ടർ എപ്പോഴാണോ അവസാനിക്കുന്നത് അത് ലോകത്തിൻ്റെ അവസാനമാണ്. എല്ലാവരും കാത്തിരുന്നു ആ ലോകാവസാനത്തിന് വേണ്ടി. പക്ഷേ അന്ന് ലോകത്ത് ഒന്നും തന്നെ സംഭവിച്ചില്ല. എന്നാൽ അതിൻ്റെ പിന്നാലെ വന്ന ഒരു സിനിമയ്ക്ക് കോടിക്കണക്കിന് പണം ഉണ്ടാക്കാൻ സാധിച്ചു. ബോക്സ് ഓഫീസിൽ കോടിക്കണക്കിന് പണമാണ് ഉണ്ടാക്കിയെടുത്തത്. നോസ്ട്രഡാമസുമായി ബന്ധപ്പെട്ടിട്ട്
ബാബ വാങ്കയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പുസ്തകങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ഒരുപാട് സിനിമകളും അതിൻ്റെ ഭാഗമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഭാവിയിലും വരും. ഓരോന്നും കോടിക്കണക്കിൻ്റെ ബിസിനസ്സായിരിക്കും ഇവിടെ നടപ്പിലാക്കുക. 2025 പ്രവചനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട്. ആ വീഡിയോകളുടെ വ്യൂസും ഒന്ന് നോക്കുക. ലക്ഷക്കണക്കിന് ആളുകളാണ് അത് കാണുന്നത്. ആളുകൾക്ക് അത് കണ്ടേ മതിയാകൂ. കാരണം ക്യൂരിയോസിറ്റിയാണ്. എനിക്കും ആളുകൾ ഇങ്ങനെയുള്ള വീഡിയോസ് ഷെയർ ചെയ്ത് തന്നപ്പോൾ അത് കാണണമെന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായി. ആ വീഡിയോസ് കാണുന്നതിന് മുൻപ് തന്നെ ഏതാണ്ട് ഇതുപോലുള്ള കാര്യങ്ങളായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ടായിരുന്നു. നോസ്ട്രദാമസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ആർട്ടിക്കിൾ ഞാൻ ഇതിനു മുമ്പ് തന്നെ വായിച്ചിട്ടുണ്ട്. ബാബ വാങ്കയുമായി ബന്ധപ്പെട്ടിട്ട് കാര്യമായിട്ടൊന്നും തന്നെ വായിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അപ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു ക്യൂരിയോസിറ്റിയാണ്. ഒരു പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്കറിയാമായിരിക്കും ഞാൻ പറയാൻ പോകുന്നത് ഈ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കുമെന്ന്. പക്ഷേ സ്റ്റിൽ നമുക്ക് ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അത് എന്തൊക്കെ വാസ്തവങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാലും നമ്മുടെ ഉള്ളിൽ ആ ക്യൂരിയോസിറ്റി അങ്ങനെ തന്നെ നിലനിൽക്കും. അതുകൊണ്ട് 2026-ലും 2027-ലും ഒക്കെ ഇതുപോലെ ഒരുപാട് വീഡിയോസും ആർട്ടിക്കിൾസും ഒക്കെ പ്രചരിക്കും. ഇവിടെ വലിയൊരു ദുരന്തം സംഭവിക്കുമ്പോൾ അത് ഇന്ന ആളുകൾ പ്രവചിച്ചു എന്ന രീതിയിൽ അത് വലിയ രീതിയിൽ തന്നെ കൊട്ടിഘോഷിക്കുകയും ചെയ്യും. ഉയർന്ന വിദ്യാഭ്യാസമുള്ള പല ആളുകളും ഇത് ശരിക്കും വാസ്തവമാണെന്ന് പോലും തെറ്റിദ്ധരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ എനിക്ക് നേരിട്ട് തന്നെ അറിയാം. എൻ്റെ ചില കൊളീഗ്സ് തന്നെ അപ്രകാരമുള്ള ആളുകളുണ്ട്. എന്തായാലും ഇതിൻ്റെ പിന്നിലുള്ള വാസ്തവം ഇതൊക്കെയാണ്. ഇതെല്ലാവരും ഉൾക്കൊള്ളുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇതിനെ ഒട്ടും തന്നെ സ്വീകരിക്കാത്ത ഒരു വിഭാഗം ആളുകൾ ഉണ്ടായിരിക്കും. എങ്കിൽ പോലും ഇത് കൂടുതൽ ആളുകളിലേക്ക് പ്രചരിപ്പിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്, ശാസ്ത്രത്തിൻ്റെ ആവശ്യമാണ്. ശാസ്ത്രത്തിൻ്റെ മുകളിൽ ശാസ്ത്രത്തെ തന്നെ പിൻപറ്റി അന്ധവിശ്വാസം വ്യാപിക്കുന്നത് നമുക്ക് ഒരു കാരണവശാലും അനുവദിച്ചുകൂടാ. അതുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ വീഡിയോയുടെ ആദ്യഘട്ടത്തിൽ പറഞ്ഞ കോഴ്സിനെ കുറിച്ച് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റും പരിശോധിക്കുക. താങ്ക് യു.